ഇലക്ട്രിക് യുഗം വന്നു എന്ന് പറഞ്ഞപ്പോഴും 2 വീലറും 4 വീലറും അങ്ങനെയുള്ള വണ്ടികളൊക്കെ തന്നെ EV ആയപ്പോഴും, അതായത് പാസഞ്ചർ കാർസും ഇപ്പോൾ ഓട്ടോറിക്ഷ പോലുള്ള വണ്ടികളൊക്കെ തന്നെ EV ആയപ്പോഴും EVയുടെ ഒരു സെഗ്മെൻറ്റ് അവിടെ അങ്ങനെ കിടക്കായിരുന്നു. അതായത് ഒരു ഇലക്ട്രിക് കൊമേഴ്ഷ്യൽ വെഹിക്കിളിൻ്റെ ആ ഒരു സാധ്യത ടാറ്റ കണ്ടു. അപ്പോൾ 17 വർഷത്തെ ജൈത്ര യാത്രയ്ക്ക് ശേഷം ടാറ്റ തങ്ങളുടെ എയ്സിൻ്റെ ഒരു EV ഇറക്കിയാണ്. അതായത് 17 വർഷം പെട്രോളും ഡീസലുമായിട്ട് നിരത്തുവാണ് എയ്സ്, ഇനി മുതൽ EV ആണെന്ന് പറയാം, EV കൂടിയാണെന്ന് പറയാം. അപ്പോൾ വണ്ടിപ്രാന്തൻ്റെ പുതിയ വീഡിയോ നമുക്ക് EVയെ വിശദമായി തന്നെ പരിചയപ്പെടാം. അതായത് ടാറ്റ എയ്സ് EVയെ വിശദമായി തന്നെ പരിചയപ്പെടാം. നമുക്ക് ആദ്യം ഈ ഒരു ടാറ്റ എയ്സ് നടന്ന് കണ്ടിട്ട് ഇതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും പറയാം. അതിനുശേഷം ഈ ഒരു വണ്ടിയുടെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ പറയാം. അതായത് വണ്ടി നിർത്തിയേക്കാണ്, നമുക്ക് ഓടിക്കാനുള്ള ഒരു സൗകര്യമില്ല. ടാറ്റ എയ്സിൻ്റെ ടാറ്റ എയ്സ് EVക്ക് തനതായ എയ്സിൻ്റെ രൂപം തന്നെയാണ്. അതായത് ആ ലോഗോയും പുതിയ കളറും മാറ്റി നിർത്തിയാൽ ഒറ്റ നോട്ടത്തിൽ ഇത് സാധാരണ എയ്സായിട്ട് തോന്നുള്ളൂ. പക്ഷേ ആ ഒരു വലിയ കണ്ടെയ്നർ ഈ ഒരു EVയുടെ ഒരു പ്രത്യേകതയാണ്. അതായത് അലുമിനിയത്തിൽ നിർമ്മിച്ച ആ ഒരു കണ്ടെയ്നർ എന്ന് പറയുന്നത് തികച്ചും വെയ്റ്റ്ലെസ് ആണ്. അതുപോലെ ഈ ഒരു EVക്ക് ചേരുന്ന ഒരു നിർമ്മിതിയാണത്. അപ്പോൾ സാധാ എയ്സിൻ്റെ പോലുള്ള ഒരു വലിയ വിൻഷീൽഡും വൈപ്പറുകളും കൗളൊക്കെ തന്നെ കാണാം. ഈ ഒരു 3 സംഗതികൾ വ്യത്യാസമായിട്ട് തോന്നി. ക്ലിയർ ലെൻസാണ് ഹെഡ് ലാമ്പ്. അതിൻ്റെ നടുവിലെ ഗ്രില്ല് കാണാം. ഗ്രില്ല് എന്ന് പറയുന്നത് ഹണിക്കോം പാറ്റേൺ ആണ്. അത് നടുവിൽ ആ ഒരു ടാറ്റയുടെ ലോഗോ ഉണ്ട്. ഇപ്പോൾ എയ്സ് EV എന്നുള്ള ആ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ടല്ലേ, ആ ഒരു EVയുടെ ബ്ലൂ ശ്രദ്ധിച്ചോ? നെക്സോൺ കണ്ട അല്ലെങ്കിൽ മറ്റുള്ള EVയിൽ കണ്ട അതേ ലോഗോ തന്നെയാണത്. ഇനി താഴെയായിട്ട് ആ ഒരു ടോ ഹുക്ക് ഉണ്ട്. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. കൂടാതെ ഫ്രണ്ടും ബാക്കും ആ ഒരു ലീഫ് സ്പ്രിങ് തന്നെയാണ്. ഇനി ബാറ്ററി പാക്ക് എന്ന് പറയുന്നത് വശങ്ങളിലൂടെ നോക്കിയാൽ കാണാൻ പറ്റും. കൂടാതെ ഇതൊരു റിയർ വീൽ ഡ്രൈവ് വണ്ടിയാണ്. അത് മോട്ടർ മുന്നിലും ഡ്രൈവ് പിൻവീലിലുമാണ്. അപ്പോൾ ഈ ഒരു EVക്ക് 4 വീലിലും ലിഫ്റ്റിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ സാധൂകരിക്കുന്നുണ്ട്. അതായത് വെയിറ്റ് എടുക്കുക എന്നുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട. ഇപ്പോൾ പാസഞ്ചർ വെഹിക്കിളുമായിട്ട് ഈ ഒരു കമേഴ്ഷ്യൽ വെഹിക്കിൾ കമ്പയർ ചെയ്യുമ്പോൾ ഗ്രേഡബിലിറ്റി വേണം. അപ്പോൾ അത്യാവശ്യം നല്ല ഗ്രേഡബിലിറ്റിയുള്ള വണ്ടിയാണത്. കൂടാതെ വലിയ വീലുകളാണെന്ന് പറയുമ്പോൾ ഈ ഒരു എയ്സ് വന്ന മുതൽ ഇങ്ങോട്ട് ഇതുവരെയും ആ ഒരു 12 വീല് തന്നെയാണ്. അതിന് മുകളിൽ ആ വീൽ കപ്പ് കൂടി കാണാം. അപ്പോൾ റിയർ വീൽ ഡ്രൈവുള്ള EVകളിലൊന്ന് എന്ന് ഈ ഒരു എയ്സിനെ പറയാം. ടാറ്റ മോട്ടോഴ്സ് പുതിയ എയ്സ് EVക്കൊപ്പം ഈ കാർഗോ ട്രാൻസ്പോർട്ട് സൊല്യൂഷനുകളാണ് അവതരിപ്പിക്കുന്നത്. അതായത് ആമസോൺ, ബിഗ് ബാസ്ക്കറ്റ്, ഫ്ലിപ്കാർട്ട് എന്നിവരുമായിട്ടും അവരുടെ ലോജിസ്റ്റിക്സ് പങ്കാളികളുമായിട്ടും ഗ്രീൻ ഇൻട്രാസിറ്റി ഡെലിവറികൾക്കായിട്ട് 39,000 എയ്സ് EVകൾ വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കരാർ ഒപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു എയ്സിൻ്റെ കാര്യം പറയുമ്പോൾ 17 വർഷമായിട്ട് എയ്സ് നിരത്തിലുണ്ട്. അപ്പോൾ പെട്രോൾ ഡീസലായിട്ട് ഈ ഒരു വണ്ടി ഇങ്ങനെ വിഹരിക്കായിരുന്നു. ആ ഒരു കൂട്ടത്തിലേക്കാണ് EV വന്നിട്ടുള്ളത്. ഈ എയ്സ് എന്ന് പറയുമ്പോൾ ഒരു ജനപ്രീതി ആർജിച്ച വണ്ടി തന്നെ കേട്ടോ, സംശയമൊന്നുമില്ല. ടാറ്റ എയ്സിൻ്റെ ചാർജിങ് സോക്കറ്റാണ് ഈ ഒരു EV എന്നുള്ള ഒരു ബാഡ്ജിങ്ങിൽ കൊടുത്തിരുന്നത്. അതായത് ഇത് തുറന്നു കഴിഞ്ഞാൽ ആ ഒരു സോക്കറ്റ് കാണാം. 2 സോക്കറ്റുകളുണ്ട്. ഇതിൻ്റെ ആ ഒരു നോർമൽ ബാറ്ററി, ആ ഉള്ളിൽ കൂടെ കാണുന്നതാണ് ആ ഒരു ബാറ്ററി പാക്ക് എന്ന് പറയുന്നത്. ഇനി ആ ഒരു വയർ കൂടി കാണാം. ടാറ്റ എയ്സിനെ കുറിച്ച് പർട്ടിക്കുലർലി പറയുമ്പോൾ അത്യാവശ്യം നന്നായിരുന്നു ഓടിക്കാവുന്ന ഒരു വാഹനമാണ് ടാറ്റ എയ്സ്. അതായത് ഈ ഒരു ഡ്രൈവിംഗ് പൊസിഷനും അല്ലെങ്കിൽ ആ ഒരു ക്യാബിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടി ഇറങ്ങിയ സമയത്ത് തികച്ചും ഒരു എന്താ പറയുക ഹൈലൈറ്റ് ആയിരുന്നു. EV ആയപ്പോൾ ടാറ്റ എയ്സിൻ്റെ ക്ലച്ച് പെഡൽ പോയി എന്നുള്ളതാണ്. അതായത് EV ആകുമ്പോൾ മോട്ടോർ ഡ്രൈവൺ അല്ലേ. അപ്പോൾ ഇത് റിയർ വീൽ ഡ്രൈവ് തന്നെയാണ്. ഈ ഒരു വണ്ടിക്ക് അകത്ത് കയറുമ്പോൾ ഈ ഒരു സ്റ്റിയറിങ്ങും അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ പരിചയമാണെങ്കിൽ കൂടി ഈ ഒരു റോട്ടറി ആയിട്ടുള്ള ഗിയർ സെലക്ടർ തീർത്തും പുതിയതാണ്. അതൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പാസഞ്ചർ കാറുകളെ പോലെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ വണ്ടികളെ പോലെ അല്ല EVയുടെ ഒരു കമേഴ്ഷ്യൽ വെഹിക്കിൾ എന്ന് പറയുന്നത്. അതായത് ഒരുപാട് കാര്യങ്ങൾ കോംപ്രമൈസ് ഉണ്ടാവും. എന്നിരുന്നാൽ കൂടി റേഞ്ചിനും അല്ലെങ്കിൽ ആ ഒരു ഉപയോഗക്ഷമതയ്ക്കും തന്നെയാണ് മുൻഗണന. ഇപ്പോൾ ഈ ഒരു കീ അടക്കം നമുക്ക് പരിചിതമാണെന്ന് കാണാം. അതായത് ടാറ്റ എയ്സിൻ്റെ അതേ കീ തന്നെയാണ്. ഇനി അകത്ത് കയറി ഇരുന്ന് കഴിയുമ്പോൾ സീറ്റിന് ഹെഡ് റെസ്റ്റ് ഉണ്ട്. കൂടാതെ ഒരു മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ ഉണ്ട്. ഇനി ഒരു മൾട്ടി ഇൻഫോ ഡിസ്പ്ലേയിൽ ഈ വെഹിക്കിൾ ഇൻഫോ എന്ന് പറയുന്നതാണ് കാണിക്കാൻ വേണ്ടി തന്നെയാണ് അതെടുത്ത്. അപ്പോൾ വെഹിക്കിൾ പാരാമീറ്റേഴ്സ് കാണാം. ഇപ്പോൾ ഡിസ്റ്റൻസ് ടു എംറ്റി, ടൈം ടു ചാർജ്, SOC ചാർജ് ലെവൽ 76% ചാർജ് ഉണ്ട്. വെഹിക്കിൾ സ്പീഡ് കാണാം. SOC സ്റ്റാറ്റസ് കാണാം, നോർമലാണ്. ഡ്രൈവിംഗ് റെഡിനെസ് നോട്ട് റെഡി, കൂളൻ സ്റ്റാറ്റസ് നോർമൽ, ട്രാക്ഷൻ ടെമ്പറേച്ചർ അങ്ങനെ കാര്യങ്ങളൊക്കെ കാണാം. ഞാൻ കീ ഒന്നുകൂടി ഓൺ ചെയ്ത് കഴിയുമ്പോൾ ടാറ്റ എയ്സ് ഇലക്ട്രിക് ആപ്കാ സ്വാഗത് ഹൈ. അപ്പോൾ ഒരു മീറ്റർ കൺസോൾ ഒക്കെ കാറുകളിൽ തുല്യമായ ഒരു കാര്യമാണ്. ഇപ്പോൾ റീജനറേഷനും കൂടി ഉണ്ട്, റീജനറേറ്റീവ് ബ്രേക്കും കൂടി ഉണ്ട്, പവർ എക്കോ മോഡുകൾ കാണാം. കൂടാതെ ബാറ്ററി ആ ഒരു ബാറ്ററിയുടെ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ടല്ലേ. ഇനി ഈ ഒരു MIDയിൽ റെഡി ഡ്രൈവ് കാണുന്നുണ്ട്. കൂടാതെ ഈ ഒരു ട്രിപ്പ് A, ട്രിപ്പ് B, സർവീസ് ഡ്യൂ,
ഓടോ അതുപോലുള്ള കാര്യങ്ങളേ ഉള്ളൂ. കൂടാതെ ഗ്ലോ ബോക്സ് ലോക്ക് ചെയ്യാം, അത് മുമ്പ് അങ്ങനെ തന്നെ ആയിരുന്നു. ഇനി ഈ ഒരു സീറ്റുകൾക്ക് തന്നെ ബ്ലാക്ക് ആണ് കളർ തീം എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല സീറ്റുകളുണ്ട്, അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതായത് ഒരു ചെറിയ നെറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇപ്പോൾ മൊബൈലൊക്കെ വേണമെങ്കിൽ വെക്കാൻ ഒതുക്കുമെന്ന് പറയാം. ഈ ഒരു എസിൽ ഞങ്ങളുടെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പിൻ ഗ്ലാസ് മാത്രം യൂസ്ലെസ് ആണെന്നുള്ളതാണ്. കാരണം ബാക്കിൽ ഫുൾ ബോഡിയാണല്ലോ. അപ്പോൾ ഹെഡ് റെസ്റ്റുള്ള സീറ്റുകളും വലിയ സ്റ്റിയറിങ്ങും 3 സ്പോക്ക് സ്റ്റിയറിങ്ങും ഈ ഒരു സ്പീക്കർ പ്രൊവിഷനും ഈ എ സി വെൻറ്റുകളും എന്ന് പറയുമ്പോൾ എ സി വെൻറ്റുകൾ മാത്രമേ ഉള്ളൂ. എ സി ഉള്ള മോഡലല്ല ഇത്. ഇനി എ സി ഉള്ള മോഡലിന് വരുമോ എന്നറിയില്ല. അപ്പോൾ ഈ ഒരു ഡോർ പാഡിൽ ആ ഒരു സാധാ എ സിന് തുല്യമായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ, വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ വെഹിക്കിൾ സ്റ്റാർട്ടിംഗ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞുള്ള ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു EV80 വേണം, കാരണം EV പുതിയതാണല്ലോ. ഇനി ഈ കളർ തികച്ചും കൗതുകമുള്ള കളറാണ്. കൂടാതെ ACV എന്നുള്ള ആ ഒരു സംഭവം എനിക്ക് തോന്നുന്നു ഈ ഒരു ഷോ കേസ് ചെയ്യുമ്പോൾ കാണിക്കാൻ വേണ്ടി തന്നെ വെച്ചതാണ്. പ്രൊഡക്ഷൻ വേണ്ടി അത് ഉണ്ടാവുമെന്ന് അറിയില്ല. ഇനി മുന്നിലും പിന്നിലും ലീഫ് സ്പ്രിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞു. കൂടാതെ സ്പെയർ വീൽ ബാക്കിൽ തന്നെയാണ്. LED ടൈൽ ലാംപ്സും അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ കാണാം. അതായത് ഒരു പുതിയ വാഹനമാണ് ടാറ്റ AC എന്നുള്ളത് കണ്ടാൽ മനസ്സിലാവും. അതായത് 17 വർഷമായിട്ട് നിലത്തിലൊരു വണ്ടിക്ക് ഇപ്പോഴും ആ ഒരു പുതുമയുണ്ട് എന്നുള്ളതാണ്. ഇത് തുറക്കാനായിട്ട് വലിയ പാടൊന്നുമില്ല. ഈ ലോക്കിന് മുകളിലേക്ക് ആക്കി ഇത് തുറക്കാം. തുറന്നു കഴിയുമ്പോൾ വലിയ ഒരു കാർഗോ ഏരിയ കാണാം. അപ്പോൾ ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ വെയിറ്റും ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ബോഡി കെട്ടിയത്. അതുകൊണ്ട് തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വണ്ടിയുടെ സ്പെസിഫിക്കേഷനാണ്. അപ്പോൾ അത് മാറ്റം വരുത്താൻ പറ്റുമോ എന്നുള്ളത് സംശയമായിട്ടുള്ള കാര്യമാണ്. അത് കൂടുതലായിട്ട് വിവരങ്ങൾക്ക് കിട്ടും പറയാം. പിന്നെ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഇവോജൻ പവർ ട്രെയിനാണ് ഈ ഒരു എസിന്. അതുപോലെ ACVക്ക് 154 കിലോമീറ്ററാണ് റേഞ്ച് പറയുന്നത്. അതായത് സർട്ടിഫൈഡ് റേഞ്ചാണത്. അപ്പോൾ മാറ്റങ്ങൾ വന്നേക്കാം. കൂടാതെ IP16 പോലുള്ള ആ ഒരു കൂളിങ് ബാറ്ററിക്കും മോട്ടറിനും ഡ്രൈവ് ട്രെയിനൊക്കെ തന്നെ ഉണ്ട്. ഇനി അത് മാത്രമല്ല 36 HP മോട്ടറാണ് അതിൻ്റെ പവർ, 130 Nm ടോർക്ക്. അപ്പോൾ ACV എന്ന് പറയുന്ന വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 0 എമിഷൻ തന്നെയാണ്. 208 ക്യൂബിക് അടിയാണ് ഇതിൻ്റെ ഒരു കാർഗോ വോളിയം. 22% ഗ്രേഡബിലിറ്റി ഉണ്ട്. അപ്പോൾ പ്രകൃതിക്ക് ഇണങ്ങിയ വാഹനങ്ങളെക്കുറിച്ച് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അടുത്ത ചുവടായിട്ട് ഈ എസിനെ കാണാം. അതായത് എസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മിനി കമേഴ്ഷ്യൽ വെഹിക്കിളിനെ കാണാം, ACV കാണാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുക നമ്മുടെ സാധാരണ ആളുകൾക്കാണ്. അതായത് ഇപ്പോൾ ഫ്ലിപ്കാർട്ട് പോലുള്ള അല്ലെങ്കിൽ ആമസോൺ പോലുള്ള വലിയ ഷോപ്പിംഗ് അല്ലെങ്കിൽ e-commerce സൈറ്റുകളൊക്കെ തന്നെ ബുക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ അടുത്തൊന്നും തന്നെ അത് സാധാരണക്കാർക്ക് കിട്ടുമെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. അങ്ങനെ കിട്ടുകയാണെങ്കിൽ അത് പലർക്കും ഉപയോഗപ്പെട്ടേക്കും. അതായത് കുറഞ്ഞ ചിലവിൽ ബിസിനസ് വിപുലീകരിക്കാൻ ഈ ഒരു ACV സഹായിച്ചേക്കും. അതായത് ബിസിനസ് എന്ന് പറയുന്നത് ലാഭത്തിനുള്ള കാര്യമാണ്. അപ്പോൾ EV ആകുമ്പോൾ ഇന്ധന ചിലവിൽ കാര്യമായിട്ടുള്ള കുറവുണ്ടാവുമല്ലോ. അപ്പോൾ അതാണ് പറയാനുള്ളത്. ഇതാണ് ടാറ്റ ഏസിൻ്റെ EV, ടാറ്റ ACV. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അതേപോലെ ഈ ഒരു വീഡിയോ ഉപയോഗപ്പെടുന്നതിന് കരുതാണ് അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എന്നാൽ നോട്ടിഫിക്കേഷൻ ഇൻസ്റ്റാഗ്രാം പേജ് ഫേസ്ബുക്ക് ലൈക്ക് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ ചെയ്യണം, നമ്മൾ എന്തെങ്കിലും അറിയാലോ. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.